ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വണ്ടി ഇന്ന് പാനമയിൽ നിന്ന് കൊളംബിയക്ക് ഷിപ്പ് ചെയ്യുകയാണ്. അപ്പം രാവിലെ തന്നെ ഷിപ്പിംഗ് കമ്പനി നമ്മുടെ ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിംഗ് കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ഗ്യാസ് അധികം ഫില്ല് ചെയ്യരുത്, കാൽ ഭാഗമേ ടാങ്കിൽ ഗ്യാസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു $10 ഗ്യാസ് ഫില്ല് ചെയ്ത് വഴിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഒരു ടോൾ ബൂത്തിലെത്തി. അവിടെ കണ്ട ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ ഇരിക്കുന്ന ഗണ്ണ് കണ്ടിട്ട് അന്നും വിട്ടുപോയി. നമ്മുടെ ടെർമിനേറ്ററിൽ അർണോൾഡിൻ്റെ കയ്യിരിക്കുന്ന ഷോട്ട് ഗൺ പോലത്തെ ഒരു ഗണ്ണൊക്കെയാണ്. ഇവിടെ നാട്ടിലെ പോലെ അടിയും പിടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ടോൾ കൊടുത്തില്ലെങ്കിൽ വെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഉള്ള കാശ് കൊടുത്ത് വേഗം പോരുന്നു. അങ്ങനെ നമ്മൾ കൊളോണിലെത്തി. കൊളോണിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വണ്ടി കണ്ടെയ്നറിൽ കയറ്റുന്നത്. ഒരു കണ്ടെയ്നറിൽ 2 വണ്ടിയാണ് സാധാരണ കയറ്റുന്നത്. നമ്മൾ ഷെയർഡ് കണ്ടെയ്നറാണ് എടുത്തേക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ 2 വണ്ടി നമുക്ക് കയറ്റാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഷെയർഡ് കണ്ടെയ്നറിൽ നമ്മൾ പ്രിഫർ ചെയ്തത്. അങ്ങനെ ഷിപ്പിംഗ് കമ്പനിയുടെ ടോ ട്രക്ക് വന്നു. ടോ ട്രക്കിൽ ആദ്യം കയറ്റിയിട്ട് എന്നിട്ടാണ് കണ്ടെയ്നറിലേക്ക് നമ്മൾ ഓടിച്ച് കയറ്റുന്നത്. ഇന്ന് മൊത്തത്തിൽ 6 വണ്ടിയാണുള്ളത്. 3 കണ്ടെയ്നറിലായിട്ട് ലോഡ് ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ജർമ്മനിയിൽ നിന്നുള്ള ഒരു വാൻ ഉണ്ടായിരുന്നു. ഈ വാനായിരുന്നു കുറച്ച് പാട്. കാരണം ഇതിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. അപ്പം കണ്ടെയ്നറിനകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവർ അത് വണ്ടിയുടെ 4 വീലിൻ്റെയും എയർ കുറച്ച് തുറന്നു വിട്ട് വണ്ടി താഴ്ത്തിയ ശേഷമാണ് അകത്ത് കയറ്റിയത്. ലോഡ് ചെയ്യാനുള്ള ഊഴമെത്തി. അങ്ങനെ നമ്മുടെ വണ്ടിയാണ് ലാസ്റ്റ് കയറ്റിയത്. എൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ഒരു ഹോണ്ട CR-V ആണുള്ളത്. ഹോണ്ട CR-Vയും നമ്മുടെ ലാൻഡ് റോവറുമാണ് നമ്മുടെ ഒരു കണ്ടെയ്നറിലുള്ളത്. അങ്ങനെ വണ്ടികളെല്ലാം ലോഡ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ വണ്ടിയിൽ പോരുന്നു.